ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ രാവിലെ നീച്ച് എല്ലാം ഫ്രഷപ്പ് ആയിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ഒരു കുഞ്ഞു ഡേ, ബാക്കി ഡേ, അതായത് ഡേൻ്റെ ബാക്കിയുള്ളൊരു ഡേ ഞാൻ എടുക്കാം. ഞാൻ എന്താ പറഞ്ഞേ, അതായത് ഇന്നത്തെ ഡേ ഇപ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിന് ശേഷമുള്ളത് ഞാൻ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിവിടെ ചെറിയ പരിപാടി, അത് ഞാൻ ഇങ്ങനെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർത്തത് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടൂടെ. എന്തായാലും അങ്ങനെ ലോങ് വീഡിയോ ഞാൻ അധികം ഇടാറില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മൊത്തം ക്ലീനിങ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട് തിരുമ്പാള്. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം അത് വർക്കാവില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് തറവാട്ടിക്കൊന്ന് പോയിട്ട് വരാം. എല്ലാം കാണാം. ബൈ. അപ്പോൾ ഇനി നമുക്കിവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇനി ബാക്കി ചെയ്യാനില്ല. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കി. നമുക്ക് കറണ്ട് വന്നിട്ടില്ല. കറണ്ട് വന്നു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിലൊന്ന് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടാനുണ്ട്. ഞാൻ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഇന്നലത്തെ ഫുള്ള് കലോത്സവത്തിൻ്റെ പൊടി, ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ഇടാം. കലോത്സവത്തിൻ്റെ പൊടി അതൊക്കെ ആയിട്ട് മുടി ആകെ വൃത്തിയുടെ കിടക്കണം. ഞാൻ എന്തായാലും കുളിച്ചു. ഇനി നമുക്ക് തറവാട്ടിൽ പോയി നോക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതിനകത്തൊന്നും അറിയില്ല. ചില ഡേയ്സ് നമുക്ക് ഭയങ്കര ലേസി പിടിച്ച ഡേ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഡേ ആണെന്ന് തോന്നുന്നു ഇന്ന് എനിക്ക്. കാരണം ഒരു ഒന്നിനോടൊരു ഇത് കിട്ടുന്നില്ല. മൊത്തത്തിലൊരു മന്ദപ്പെട്ട സുഖമായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് നല്ല തലവേദന ഇരുന്ന് ഉച്ചയ്ക്കുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. തലവേദന നോർമലി മരുന്ന് കഴിക്കാറുണ്ട്. ഇപ്പോൾ ഒന്നും മരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ തലവേദന റീസൺ ഒന്നും എനിക്കറിയില്ല. ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ നീച്ചു അങ്ങനെ സമയത്തിന് ഉറങ്ങണ്ട വെച്ചിട്ട്. അപ്പോൾ ഞാൻ നല്ല ചായ നിന്ന് കുടിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. തലവേദന എടുത്തിട്ട് ഞാൻ ഉറങ്ങിപ്പോയത് കേട്ടോ. കണ്ണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമുക്ക് താഴെ പഴംപൊരിയും പൊക്കോടെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ വേറെ സ്നാക്സിനൊക്കെ വേണ്ടി നോക്കണം. അപ്പോൾ നമുക്ക് ഈ രാത്രിത്തേക്കൊരു സ്മൂത്തി അടിക്കാം. അപ്പോൾ ഇത് ഈ ഒരു വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ പുതിയ സ്ട്രെയിറ്റ്നർ ആട്ടോ. അത് ഇതുവരെ നമ്മുടെ ചാനലിൽ ഞാൻ കാണിച്ചിട്ടില്ല, എൻ്റെ ചാനലിൽ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഐക്കോണിക്കിൻ്റെ പുതുതായി മേടിച്ചാണ്. ലൈറ്റ് എത്താത്തൊരു പൈസ. ഇതിപ്പോൾ 235 ഡിഗ്രി സെൽഷ്യസിലാണ് കിടക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് AI ടെക്നോളജി ഒക്കെ ഉണ്ട്. AI ടെക്നോളജിയിൽ ഇട്ടിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുടിക്ക് വേണ്ട ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നോക്കാം. എൻ്റെ മുടി കണ്ടല്ലോ അപ്പോൾ എത്രത്തോളം കേളി ആയിട്ട് കിടക്കുന്നത് കണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് ഞാൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ല. ഞാൻ മേടിച്ചപ്പോൾ 6000 ഉണ്ടായിരുന്നു. 5800 ആൻഡ് സംതിങ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൽ വെറുതെ ഇതിന് റേറ്റ് നോക്കിയായിരുന്നു. അപ്പോൾ 4000 എന്തോ ഉണ്ടായിരുന്നു. ഐക്കോണിക്കിനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പക്കാണ് ചെയ്ത
ഇതിന് മുമ്പ് ഫിലിപ്സിൻ്റെ ഉണ്ട്, പക്ഷേ അത് ചെയ്ത പോലെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് മേടിച്ചത്. എനിക്കിത് പേഴ്സണലി ഇഷ്ടമായി. ആദ്യം മുടി പാർട്ടീഷൻ ചെയ്തിട്ടൊക്കെ വെക്കണം, നല്ല കളി ഹെയർസ് ഉള്ളവർ. എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല, കാരണം ഞാനൊരു ഫംഗ്ഷനൊന്നുമല്ല പോകണം, ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി ചെയ്യും. വൺ സൈഡ് ഞാൻ സെറ്റാക്കിയിരിക്കുകയാണ്. നമുക്ക് കണ്ട ഈ സൈഡും ആ സൈഡും കൊണ്ട് നമ്മുടെ ഡിഫറൻസ് കണ്ട. നല്ല ഡിഫറൻസ് ഉണ്ട് കേസ്. നമുക്ക് ഈ സൈഡ് ചെയ്യാം. ബാംഗ്ലൂരിലായിരുന്നപ്പോൾ എനിക്ക് മുടി ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 ദിവസം 3 ദിവസമെങ്കിലും, കാരണം വെള്ളമൊന്നും ടച്ച് ചെയ്യാണ്ട് നമ്മൾ മുടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരാഴ്ച 2 ആഴ്ച ഒക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നാൽ പിന്നെ വിയർപ്പ് ഇങ്ങനെ ആവുന്നില്ല നല്ലോണം മുടിയിൽ. ആ ഒരു റീസണെ കൊണ്ട് തന്നെ ഇത് കൂടുതൽ നിൽക്കണില്ല. യെസ്, യെസ്, കംപ്ലീറ്റ് മുടി നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് വേസ്റ്റോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ മുടിയും സ്ട്രെയിറ്റൻ ആക്കി കംപ്ലീറ്റ് ആക്കി കേട്ടോ. കാരണം ഇത് ഇങ്ങനത്തെ മുടിയിലാണ് ഞാൻ എപ്പോഴും കംഫർട്ട് കഴിച്ചത്. എനിക്ക് ഈ കളി ഹെയർ അത്ര കംഫർട്ടബിളില്ല എല്ലായ്പ്പോഴും. പക്ഷേ ഇങ്ങനെ ആക്കിയപ്പോൾ ഞാൻ വേർത്ത് കണ്ടോ, ആ ചൂട് തട്ടിയിട്ടേ. പിന്നെ ഇവിടുത്തെ ചൂടും കൂടി ആകുമ്പോൾ ഓവറായിട്ട് വേർക്കാണ്. ആ വേർത്ത ഭാഗത്ത് അങ്ങോട്ട് കംപ്ലീറ്റ് മുടീൻ്റെ ടെക്സ്ചർ പെട്ടെന്ന് തന്നെ മാറും. ഇതാ സെറ്റ് മുടിൻ്റെ സ്ട്രെയിറ്റിങ് കഴിഞ്ഞു. പുതിയ വീഡിയോ ആയിട്ട് വൈൻഡപ്പല്ല, സോറി ഗൈസ്, ഞാൻ തറവാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പോയിട്ട് വരാം ഗൈസ്. തറവാട്ടിൽ നിന്ന് കാണാട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ തോരിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉച്ചയ്ക്ക് ആയതാണ്, പക്ഷെ നമ്മളിപ്പോൾ അടുത്ത് തോരിടണേ. ഗൈസ്, അപ്പോൾ ഓൾ സെറ്റ് നമ്മൾ ബാക്കി ഞാനിങ്ങനെ മുടിയിട്ട് നല്ല രസമില്ല ഗൈസ്. ഞാനത് എടുത്ത് കെട്ടിയതാട്ടോ. ബാക്കി മുഴുവണത് അപ്പോൾ ഗൈസ് തോരലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തറവാട്ടിക്ക് പോയി നോക്കാം. അവിടെ തോന്നുന്നു ദേവിക പഠിക്കുന്നുണ്ടെന്ന് കേട്ടോ. അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. താഴെ വഴി പോകണം. അപ്പോൾ ഗൈസ് ബൈ, ഞാൻ അവിടെ എത്തിച്ച് കാണാം. ഇതായിട്ടില്ല അമ്മ എടുത്തോ. അതായിട്ടില്ല. ആയിട്ടുണ്ടോ? എന്താ അങ്ങനെ വൈറ്റ് കളർ? ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ദോശയും കഴിച്ചിട്ട്, നേരത്തെ നമ്മൾ അടിച്ചു വെച്ച സ്മൂത്തിയും ദോശയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ തറവാട്ടിക്ക് പോയത് കേട്ടോ. അങ്ങനെ അവിടെ പോയി ജസ്റ്റ് തിരിച്ച് വന്നു, വേഗം കിടന്ന് ഉറങ്ങി. ഞാനങ്ങനെ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് എത്തി കഴിച്ചിട്ട് വേഗം അമ്മ ചെരുപ്പ് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഷൂലൊക്കെ ഭയങ്കര ചളിയായിരുന്നു. അത് മുകളിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പരത്തി വയ്ക്കും. ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ നമ്മൾ വയ്ക്കണം. അതിന് മുമ്പ് ഈ ഡ്രസ്സുകൾ ദേവിക്ക് ഞാൻ ഇടാൻ കൊടുത്തിരുന്നതാണ്. അപ്പോൾ അതിപ്പോൾ തിരിച്ചു തന്ന ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമ്മളെ പണി കഴുകിയതാണ് കേട്ടോ. അമ്മ കഴുകി. ഞാനിത് ടെറസിൽ വെക്കാത്ത എന്താ വെച്ചാൽ, ടെറസിൽ വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ജന്തുക്കൾ കയറണ്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ തകർത്ത് തന്നെ വെക്കുന്നത് കേട്ടോ.
ഇനി ഉണ്ട് ഒരു കഴുകാൻ. നാളെണ്ണം കഴുകിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് നാളെ കഴുകിയിട്ട് വെക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുവിധം ഇന്നത്തെ ഡേ എനിക്ക് കഴിഞ്ഞു. ഞാൻ ഫുഡ് രാത്രിത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. തറവാട് വരെ പോയി. പിന്നെ നമ്മൾ ചെയ്തത് എന്തോ ചെരുപ്പ് താഴെ നമ്മൾ ഷൂ, അതേപോലെ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കുറേ ചെരുപ്പ് ഞങ്ങൾ എടുത്ത് പെറുക്കി കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ മുകളിൽ കൊണ്ടുവന്ന് എല്ലാം അങ്ങനെ വഴിക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ചെരുപ്പുകളുണ്ട് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് മുകളിൽ വെക്കണം. ടെറസിൽ വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ക്ലീൻഡായ ചെരുപ്പാണ് അകത്ത് വെച്ചത്. ടെറസിൽ വെക്കാത്തത് നമ്മൾ എന്തെങ്കിലും ജമ്പുക്കൾ ഇതിനുള്ളിൽ കയറണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ടെറസിക്ക് വെക്കാത്തത്. അപ്പോൾ ഗൈസ്, ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഡേ എല്ലാവർക്കും ഈ ഡേ ഇൻ മൈ ലൈഫ് കുറച്ചേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ.